السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം, നമുക്കൊരുപാട് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും. അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേകമായ പ്രാർത്ഥന, ഒരു അമല് അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. സമ്പാദ്യത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം അറിവാണ്, വിദ്യയാണ്. എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു, അവൻ്റെ ഉറ്റവരും ഉടയവരും മുഴുവനും കൈയൊഴിഞ്ഞാലും ശരി, വിദ്യ അവന് ധനം നേടിക്കൊടുക്കുമെന്നുള്ളതാണ്. അത് മോഷ്ടാക്കൾക്ക് കിട്ടുന്നതല്ല, അതല്ലെങ്കിൽ കവർച്ച സംഘത്തിന് കിട്ടുന്നതല്ല. അതാണ് ഒരു കവി പറഞ്ഞത്, വക്കൻസുൻ لا تخاف عليه لصا خفيف الحمل يوجد حيث كنت يزيد بكثرة الأنفاق منه وينقص عن به كفا شددت. വക്കൻസുർ നിക്ഷേപമാണ്, നിധിയാണ്. ലാ തഖാഫു അലൈഹി ലിസ്വാ, കള്ളനെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ അത് ചുമക്കാൻ വലിയ ഭാരമുണ്ടോ? ഖഫീഫൽ ഹംലി യൂജദു ഹൈസു കുന്ത, നീ എവിടെയായാലും അതിന് ചുമക്കാൻ നിനക്കൊരു ഭാരമൊന്നുമില്ല. ഇതിങ്ങനെ ഏറ്റി നടന്ന് പ്രയാസപ്പെടേണ്ട. യസീദു ബികസറത്തിൽ അൻഫാഖി മിൻഹു, ധനം നമ്മൾ എടുത്തിങ്ങനെ ചെലവാക്കുക, ദീനാറും ദുർഹമോ അല്ലെങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ നോട്ടുകളോ എടുത്തിങ്ങനെ ചെലവാക്കുകയാണെങ്കിൽ അങ്ങനെ കുറഞ്ഞു പോകും. ഇത് നേരെ മറിച്ചാണ്. യസീദു ബികസറത്തിൽ അൻഫാഖി മിൻഹു, അതിൽ നിന്ന് എത്രമാത്രം നീ ചെലവഴിക്കുന്നോ അത്രത്തോളം അത് യാസ്തിയായി തരും, അത് യാസ്തിയാക്കിക്കൊണ്ടിരിക്കും. എത്രത്തോളം നീ പിടിച്ചു വെക്കുന്നോ, വയങ്കസു അംബിഹിക്കഫൻ ശതത്ത, എത്ര കണ്ട് നീ പിടിച്ചു വെക്കുന്നോ അത് അത്ര ചുരുങ്ങിയിരിക്കും എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ എല്ലാം നഷ്ടപ്പെട്ടാൽ, സമ്പത്ത് അത് നഷ്ടപ്പെട്ടു, ധനം ഉണ്ടായിരുന്നു, അത് മുഴുവൻ കൊള്ളടിച്ചു പോയി. പിന്നെ മനുഷ്യൻ ഒറ്റപ്പെട്ടാൽ ഓന് ഏതെങ്കിലും ഒരു വിദ്യ ഉണ്ടെങ്കിൽ, ഒരറിവുണ്ടെങ്കിൽ, ഒരു തൊഴിലറിയെങ്കിൽ അത് വെച്ചിട്ട് അവന് രക്ഷപ്പെടാമായിരുന്നു. എൽമി രണ്ട് തരത്തിലാണ്. ഒന്ന് അൽ എൽമു ദുന്യവിയായ എൽമ്, മറ്റൊന്ന് ഉഖറവിയായ എൽമ്. ദുന്യവിയായ എൽമ് നമ്മൾ നേടുന്നത് എന്തിനു വേണ്ടി? ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ അറിവ് നമ്മൾ നേടുന്നു. അത് നമ്മൾക്ക് നേടണം, ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയല്ലോ. അത് ഈ ദുന്യാവ് നമ്മൾ മരിക്കുന്നതോടുകൂടെ കഴിയും. മറ്റൊന്ന് അൽ ഇൽമുൽ ആഖിറ, ഇവിടുന്ന് മരിച്ചതിന് ശേഷം ജീവിക്കേണ്ടുന്ന അറിവുകൾ. അത് അംബിയാ മുസ്ലിങ്ങളിലൂടെ പ്രബോധനം ചെയ്ത അറിവാണ്. അത് നമ്മൾക്കാർക്കും അധ്വാനിച്ചാലോ തപസ്സിരുന്നാലോ കിട്ടാവുന്നതല്ല. അത് മനുഷ്യ ഗവേഷണ നിരീക്ഷണ പരിധിക്ക് അപ്രായത്തായതുകൊണ്ട് അംബിയാ മുസ്ലിങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രബോധനം ചെയ്തു എന്നുള്ളതാണ്. അപ്പം ആ അറിവാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. അതിനുമായി കുട്ടി നമ്മൾ പ്രവർത്തിക്കുക, അത് പഠിക്കുക, അതനുസരിച്ച് കൊണ്ട് അമല് ചെയ്യുക. അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ, നമ്മൾക്ക് ഏറ്റവും എളുപ്പമായ ഒരു പ്രാർത്ഥന, ഒരു ദ്വാ എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. അറിയാത്തതൊന്നും നമ്മൾക്ക് പറയാൻ കിട്ടൂല. നമ്മൾക്കായിട്ട് സ്വന്തമായി വേറൊന്നും പറഞ്ഞിട്ട് കുറുക്ക് വഴിയിൽ സ്വർഗത്തിൽ പോകുന്ന പരിപാടി ഒന്നും എവിടെ കൂടുതലാണ് കേട്ടതും കണ്ടതുമാണ്. പക്ഷേ എവിടെയാണ് നമ്മളെ കാര്യം കിടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഖൽബിലെ ഈമാൻ, നമ്മുടെ ഇത്തിഖാദ്, വിശ്വാസമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും നിദാനം എന്ന് ഞാൻ മനസ്സിലാക്കണം. അൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസ് കാണാം. ഞാൻ ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു. ഹത്താ ദഖല നഖ്ലൻ, ഒരു ഈത്തപ്പനത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ നബി അങ്ങനെ പോയി. എന്നിട്ടോ അതിന് കടന്നിട്ട് ഫസജദ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്തു. ഫഅതാല സുജൂദ, സുജൂദിനെ നബി തങ്ങൾ ദീർഘിപ്പിച്ചു. അദ്ദേഹം പറയാണ്, നബി അങ്ങനെ സുജൂദ് ഒരുപാട് നേരം കടന്നു. ഹത്താ ഖശീതു അൻ യകൂന അല്ലാഹു തആല ഖദ് തവഫാഹു, ഞാൻ ഭയപ്പെട്ടു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല വഫാത്താക്കി കളഞ്ഞു എന്ന്. അത്രമാത്രം ഒരുപാട് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കിടന്നു. ഫജിഉതു, ഞാൻ ചെന്നു. അൻദുറു, അങ്ങോട്ട് നോക്കി നബിയിലേക്ക്. ഫറഫഅ റഅസഹു, നബി തങ്ങളുടെ തല ഉയർത്തി. ഫഖാല, എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു. ഫഖാല, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഖാല പറഞ്ഞു. അദ്ദേഹം നബിയോട് പറയാണ്, ഫദക്കർതു ലഹു ദാലിക, അവിടെ നടന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, ഇന്ന ജിബ്രീൽ, തീർച്ചയായും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ലി, എന്നോട് പറഞ്ഞു, അലാ അറിയണേ, ഉബശ്ശിറുക, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു.
അന്നല്ലാഹ അസ്സ വജല്ല തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂലു ലക തങ്ങളോട് പറയുന്നു, മൻ സ്വല്ല അലൈക എൻ്റെ മേൽ മൻ സ്വല്ല അലൈക അങ്ങയുടെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്തിൻ്റെ ഒറ്റ സ്വലാത്ത് സ്വല്ലൈതു അലൈഹി അവൻ്റെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഗുണം നൽകുന്നതാണ്. ഒമൻ സല്ലമ അലൈക വല്ലൊരുത്തന്മേൽ നബിയുടെ മേൽ സലാം ചൊല്ലിയാൽ സല്ലംതു അലൈഹി അവൻ്റെ മേൽ ഞാൻ സലാം ചൊല്ലി ആ ഗുണം ചെയ്യുമെന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടല്ലോ. അല്ലാഹു തആല സ്വലാത്തു വസ്സലാം ചൊല്ലുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വിവരിച്ച് മനസ്സിലാക്കി തരാം. ഹാരിസ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു, മറ്റൊരു ഹദീസിൽ കാണാം, ബഷീർ ഉമ്മത്തക്ക നബി തങ്ങളുടെ ഉമ്മത്തിന് സന്തോഷ വാർത്ത അറിയിക്കുക, അന്നഹു തീർച്ചയായും കാര്യം മൻ സ്വല്ല അലൈക തങ്ങളുടെ മേൽ ഒരുത്തൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, മൻ സ്വല്ല അലൈക സ്വലാത്തൻ ഒരു സ്വലാത്തിനെ ആരും ചൊല്ലിയാൽ കതബല്ലാഹു ലഹു ബിഹാ അശറ ഹസനാത്തിൻ 10 ഹസനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും. വകഫറ ബിഹാ അശറ ഖത്തിയാത്തിൻ 10 ചീത്ത കാര്യങ്ങളെ അവൻ മായ്ച്ചു കളയും. പിന്നെ അവന് വേറെ ഇതിലൊക്കെ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പദവി ഉയർത്തി കൊടുക്കും, ദർജ ഉയർത്തി കൊടുക്കും. മനസ്സിലായില്ലേ? ജനങ്ങളുടെ അംഗീകാരം നൽകും. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതയും മഹത്വമുള്ള ഒന്നാണ് നബിയുടെ മേലുള്ള സ്വലാത്ത്. ഇതാണ് നമ്മുടെ വിഷയം, സ്വലാത്താണ് നമ്മുടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ല് ഇത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഏറ്റവും ശ്രേഷ്ഠത ഉള്ളതാണ്. തന്നെയല്ല അള്ളാഹ് പറഞ്ഞില്ല, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വ മലായികതഹു അവൻ്റെ മലായികത്തുകളും, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി നബിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു, സല്ലൂന അലൻ നബി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലുക. എന്നാൽ എങ്ങനെയാണ് അള്ളാഹു സ്വലാത്ത് ചെല്ലുക? അല്ലാഹു സുബ്ഹാനഹു വ തആല മലഇൽ അഅല ഉന്നതമായ സ്ഥാനത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തുകയും നബിയുടെ കരുണ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ പറയുകയും ചെയ്യുന്നു. തന്നെയല്ല ഖുർആനിലൂടെ എടുത്തു പറയുകയും ചെയ്യുന്നു. അല്ലാഹു തആല റഹ്മത്ത് നൽകുന്നു, ഗുണം നൽകുന്നു. ഇതാണ് അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അലം നശ്റഹ് ലക സുദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക. നബിയെ തങ്ങളെ പറയലിനെ നാം ഉയർത്തിയിരിക്കുന്നു. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ എന്ത് വേണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറയണ്ടേ? അള്ളാഹുവിനെ പറയണം. തന്നെയാണ് നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? മുഹമ്മദ് നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ബാങ്കിൽ നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. മയ്യിത്ത് നിസ്കാരം സഹിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യണം. അതൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തും സലാമും നൽകണേ, ചെയ്യണേ, നീ ഗുണം നൽകണേ, റഹ്മത്ത് നൽകണേ, കരുണ നൽകണേ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ സ്വലാത്തുൽ ഖായിമ പറഞ്ഞില്ലേ? ഈ പരിപൂർണമായ വിളിയുടെ നാഥ മുഹമ്മദ് നബിക്ക് നീ വസീലത്ത് ഫളീലത്ത് നൽകണേ. അങ്ങോട്ട് പ്രാർത്ഥിച്ചു കൊടുക്കുക. അത് നിർബന്ധമായിക്കൊണ്ട് നമ്മൾ നബിൻ്റെ മേലിൽ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച നിർബന്ധമായ ഘട്ടങ്ങളും സുന്നത്തായ ഘട്ടങ്ങളും. എന്നാൽ സുന്നത്തായ ഘട്ടങ്ങൾ എപ്പോഴും നബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താവും? ഏറ്റവും നല്ലത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അതാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് وعلى آل محمد كما صليت على إبراهيم وبارك على محمد وعلى آل محمد كما باركت على آل إبراهيم في العالمين إنك حميد مجيد. ഇതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് സ്വലാത്തുകളുണ്ട് കേട്ടോ. അപ്പം നബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠവും മഹത്വമേറിയ ഒരു കാര്യമാണ്. ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും നമ്മൾ സ്വലാത്ത് ചെല്ലിയാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലാഹു തആല നമ്മൾ അറിയാതെ തന്നെ റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് വീട്ടിത്തരുമെന്നുള്ളതാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മളൊരു പ്രാർത്ഥന കിട്ടിയത് വേണ്ട. ആലോചിച്ച് നോക്കണം. നബിക്ക് നമ്മുടെ ഒരു പ്രാർത്ഥന ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട്? നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണ്. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ആലോചിച്ച് നോക്കണം. തന്നതില്ല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത ഉസൈർ ബിനുള്ള അള്ളാന്റെ മകനാക്കി. ഇങ്ങനെ റബ്ബിലേക്കല്ലാതെ തിരിക്കുന്ന ദ്വാ ചെയ്യുന്ന ആ ഒരു പ്രവണത ഈ ഉമ്മത്തിൽ ഇല്ലാതിരിക്കാൻ ദുആ മുഴുവനും
പ്രാർത്ഥന മുഴുവനും ചോദിക്കേണ്ടത് മുഴുവനും അള്ളാഹുവിനോട് ചോദിക്കണം. ഈ മഹാന്മാരായ ആളുകളെ ഇടനിർത്തിക്കൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെയും അള്ളാഹു തആല എടുത്ത് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുണം ചെയ്യലാണ്. മഹത്വമേറിയ ഉയർന്നതായ സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് മലായിക്കത്തിനടിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തലും പറയലും നബിക്ക് റഹമത്ത് നൽകലും ഗുണം നൽകലും ഒക്കെയാണ്. തന്നെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുർആനിലൂടെ പുകഴ്ത്തി പറഞ്ഞു. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹമത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്നാണ്. ഹൗദുൽ കൗസർ കൊടുത്തു. ഇന്ന ആഴത്തിൽ കൗസർ അല്ലേ? ഹൗദുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി. ആഖിറത്തിൽ ഷഫാഅത്തിന്റെ ഉടമ, ഷഫാഅത്ത് നൽകാൻ അർഹതപ്പെട്ടവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് തങ്ങൾ നൽകി. ഇതൊക്കെ തന്നെ നബിക്ക് അല്ലാഹു തആല നൽകുന്ന ഗുണം. മനസ്സിലായല്ലോ? അപ്പം നബിന്റെ മേൽ ഒരു സ്വലാത്തിന് 100 പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികളെ നിങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരും എൻ്റെ ശബ്ദം വീക്ഷിക്കുന്ന എല്ലാവരും ഒരു 100 പ്രാവശ്യം നിങ്ങൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി അതിനെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ തന്നെയല്ല, നമ്മൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ സുബഹിൻ്റെ മുമ്പ് ഒരു രാത്രിയുടെ ഏകദേശം നമ്മൾ നേരത്തെ നമ്മൾ ഈ ഇങ്ങനെ ഈ മൊബൈലും അതുപോലെ തന്നെ മറ്റതും മറ്റതും കണ്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ വൈകിയാൽ എണീക്കാൻ വഴുകും. അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം. ഉറങ്ങലിൻ്റെ ഒരു ചുരുങ്ങിയതൊരു 2 മണിക്കൂർ മുമ്പേ നമ്മൾ മൊബൈൽ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി രാത്രിയുടെ 3-2 ഭാഗം കഴിഞ്ഞ് ഒരു 3 മണി ആകുമ്പോൾ നമ്മൾ എണീക്കണം. അത് നമ്മൾ 40 ദിവസം നമ്മൾ സ്ഥിരമാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാർഗങ്ങളും തുറന്നു തരും. അത് വിചാരിച്ചപ്പോൾ വലിയ കോടീശ്വരനായി സ്വർഗം കൊണ്ട് അമ്മാനമാടും എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ അവൻ ആഗ്രഹിക്കുന്നോ അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. സുബഹിക്ക് എണീക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ഏത് സൂറത്ത് മാറ്റില്ല, നിങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് ഓതാവുന്നതാണ്. എളുപ്പമുള്ള സൂറത്തുകൾ ഓതാം. അപ്പം നമുക്ക് 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തൊക്കെ അള്ളാഹിനോട് നിസ്കരിച്ച് നമുക്ക് അള്ളാഹിൻ്റെ ദർബാറിലേക്ക് കൈയുയർത്താം. സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളും മഹത്വങ്ങളും നമ്മൾക്കുണ്ടാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയാം. എന്നിട്ട് നബിൻ്റെ മേൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അലി യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അങ്ങനെ ചെല്ലത്തല്ല 100 പ്രാവശ്യം ചെല്ലാം. ഇതൊക്കെ നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ചെല്ലാം, ദിക്റുകൾ ചെല്ലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒരു മനുഷ്യൻ 100 പ്രാവശ്യം പറയുകയാണെങ്കിൽ തേത്തിക ദുന്യാവാണ്ടിരിക്കേണ്ടത് തേടി ഇങ്ങോട്ട് വരുന്നുള്ളതാണ്. ഹദീസ് സംബന്ധിച്ച് അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ അങ്ങനെ അവിടെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത്രയും ഹദീസേ ഉള്ളൂ. ബുഖാരിൻ്റെ അവസാനത്തെ ഹദീസിൽ കാണാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറയുകയാണെങ്കിൽ തേത്തിക ദുന്യാവായ്മത്തും സ്വാഗതാണ്. ദുന്യാവിലേക്ക് ഇങ്ങോട്ട് തേടി വരുന്നു. അപ്പം ഇത്രമാത്രം മഹത്വമുള്ള ദിക്റ്. അപ്പം അതൊക്കെ നമ്മൾക്ക് ചെല്ലാം. പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ബിസ്മില്ലാഹ് കൊണ്ട് 100 വട്ടം ചൊല്ലിക്കോളും. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരും. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും തീർച്ചയായും നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ്. ഫാക്സിറു അലയ്യ ആ ദിവസം എൻ്റെ മേൽ സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കുക. ഉണ്ടോ? ഫാക്സിറു അലയ്യ മിൻ സ്വലാത്തി ഫീ ആ ദിവസത്തിൽ സ്വലാത്തിനെ നിങ്ങൾ എൻ്റെ മേൽ അധികരിപ്പിക്കുക. ആ വെള്ളിയാഴ്ച രാവിലായാലും വെള്ളിയാഴ്ച ദിവസം ഇതൊക്കെ ആ പറയുന്നതിൽപ്പെട്ടതാട്ടോ. വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മൾ സ്വലാത്ത് നബിൻ്റെ മേൽ അധികരിപ്പിക്കണം. ഫൈന സ്വലാത്തുക്കും തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് മഅറൂദത്തുൻ അലയ്യ എൻ്റെ മേൽ വ്യക്തമാക്കപ്പെടുന്നതാണ്. ഫഖാലു അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ കൈഫ തുഅറദു എങ്ങനെയാണ് വ്യക്തമാക്കപ്പെടുക? സ്വലാത്തുന ഞങ്ങളുടെ സ്വലാത്ത് അലൈക തങ്ങളുടെ മേലെ വഖദ് അറംത തങ്ങൾ നിരമ്പിപ്പോയില്ലേ.
സഹാബത്ത് റസൂലുള്ള അള്ളാന്റെ റസൂലെ, എങ്ങനെ ഞങ്ങളെ സ്വലാത്തിലൊക്കെ നിങ്ങളുടെ മേലിൽ വ്യക്തമാക്കി പെടുക? താങ്കൾ നിരമ്പിപ്പോയില്ലേ? സഹാബത്ത് ചോദിച്ചു. കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായും അമ്പിയാക്കളുടെ ജസദിന്റെ മേൽ, ശരീരത്തിന്റെ മേൽ ഭൂമിയെ ഹറാമാക്കിയിരിക്കുന്നു. തീർച്ചയായും അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു അല്ലാഹു ഭൂമിയുടെ മേൽ അജ്സാദൽ അംബിയായി, അമ്പിയാക്കളുടെ ജസദ്. അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ കടന്ന് ലയിച്ചു പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അപാരമായ ഖുദ്റത്തിന്റെ ഉടമയാണ്. എങ്ങനെ സ്വലാത്തിനെ വ്യക്തമാക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഈ പരിമിതമായ ദുന്യാവിൽ വെച്ചുകൊണ്ടുള്ള ആ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സാകില്ല. അപ്പം നമ്മൾ ഖുർആൻ പറഞ്ഞത് എങ്ങനെ നമ്മൾ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കണമെന്നില്ല. കാരണം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ 10 മാസ കാലയളവിൽ നമ്മൾ കഴിച്ചു കൂട്ടി വായു തന്നു, വെള്ളം തന്നു, അതുപോലെ തന്നെ ആവശ്യമായതെല്ലാം, അവിടെ ജീവിക്കാൻ ആവശ്യമായതെല്ലാം തന്നു. ഇന്ന് നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചാൽ കിട്ടാത്തത് പോലെ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അതേ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ദിവസം 100 പ്രാവശ്യമെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുക. ഇനി ഒന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തു വസ്സലാം നൽകണേതാ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നബിൻ്റെ മേലിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങൾ, നമുക്കൊരുപാട് ദർജകൾ, പദവികൾ, അത് നമുക്ക് എല്ലാം നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ അറിയുന്ന ഖാലിഖായ ഉടമസ്ഥനായ അല്ലാഹു അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.